ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഈ അശ്വിനെ കാണുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുകയാണ്. അപ്പം അശ്വിനെ കണ്ടിട്ട് തന്നെയാണോ ഈ നെഞ്ചിടിപ്പ് കൂടുന്നതെന്ന് അറിയാൻ വേണ്ടി അശ്വിൻ ഇരിക്കുന്ന റൂമിലേക്ക് പതിയെ കാലെടുത്ത് വെക്കുകയാണ്. ഈ കടലമുട്ടായി നോക്കുന്ന പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പത്രം കിടന്ന് വിഴുങ്ങുമല്ലേ, അതേപോലെ ആളെ കിടന്ന് വായന. ഏതായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കാം അടുത്തേക്ക്. എന്താണെന്നൊന്നും അറിയണമല്ലോ. ഇനിയിപ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നതിൻ്റെ കാരണം ഈ കടലമുട്ടായി ആണോ അല്ലയോ എന്നൊക്കെ അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതി വീണ്ടും വീണ്ടും കാലെടുത്ത് പതിയെ പതിയെ വെച്ച് ഈ അശ്വിൻ്റെ ഇങ്ങനെ കുറച്ചടുത്തെത്തുകയാണ്. അപ്പോഴേക്കും ദേ തുടങ്ങി നമ്മുടെ ശ്രുതിക്ക് നെഞ്ചിടിപ്പ് കൂടാനായിട്ട്. നെഞ്ചിടിപ്പ് കൂടി കൂടി ദേ ഇപ്പം പൊട്ടിപ്പോകുന്നൊരവസ്ഥയിലാണ്. എൻ്റെ കുട്ടി കൃഷ്ണ, എൻ്റെ നെഞ്ചിടിപ്പ് എന്താ ഇങ്ങനെ കൂടുന്നത്? അപ്പോൾ ഉറപ്പാണ് ഈ കടലമുട്ടായി കണ്ടിട്ട് തന്നെയാണല്ലേ നെഞ്ചിടിപ്പ് കൂടുന്നത്. ഇനിയൊന്ന് പുറകോട്ട് പോയി നോക്കാം എന്താ സംഭവിക്കുന്നതെന്നറിയാലോ. അങ്ങനെ ഈ ശ്രുതി പുറകോട്ട് പോയി അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്ക് നെഞ്ചിടിപ്പ് നോർമലാകുകയാണ്. അപ്പോൾ അത് തന്നെ. ഏതായാലും ശ്യാം സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ളവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമുള്ളവരെ കാണുമ്പോഴോ നമുക്കൊരു നെഞ്ചിടിപ്പ് കൂടുമെന്നുള്ളൊരു ഇടിപ്പ് ഉണ്ടാകുമെന്നുള്ളൊരിത് ശ്യാം സാറ് പറഞ്ഞായിരുന്നല്ലോ. ഇപ്പം അതേപോലെയാണല്ലോ സംഭവിക്കുന്നത്. എൻ്റെ കുട്ടി കൃഷ്ണ, എൻ്റെ നെഞ്ചിന് ഇതെന്താ പറ്റിയത്? എന്നാലും ഒന്നും കൂടി ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും ശ്രുതി അങ്ങോട്ട് കയറാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് അശ്വിൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അശ്വിൻ്റെ നേരെ മുന്നിൽ ഒരു കണ്ണാടി പോലെയുണ്ട്. അതിലൊരു നിഴല് പോലെ ഈ ശ്രുതിയെ കാണുകയാണ്. ശ്രുതിയാണെങ്കിൽ അങ്ങോട്ട് കാലി വെക്കുക, ഇങ്ങോട്ട് കാലി വെക്കുക, അങ്ങോട്ട് കാലി വെക്കുക, ഇങ്ങോട്ട് കാലി വെക്കുക, ഈ കാട്ടയം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ അശ്വിനെ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നി. ഇതെന്താ ഇവളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അശ്വിനാണെങ്കിൽ നേരെ അവിടെ നിന്ന് എണീറ്റ് നേരെ ശ്രുതിയുടെ മുന്നിലേക്ക്. അപ്പോൾ ശ്രുതി അപ്പോൾ കണ്ണടച്ചിട്ട് നിൽക്കുകയായിരുന്നു, രണ്ടും കൽപ്പിച്ച് അശ്വിൻ്റെ മുന്നിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ശ്രുതി കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു കടലമുട്ടായി തൊട്ടടുത്ത് വന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചങ്കിടിപ്പ് കൂടി പൊട്ടാൻ പോണ ഒരവസ്ഥയിൽ. അപ്പോൾ എടുത്ത വായിക്ക് നമ്മുടെ അശ്വിൻ ചോദിക്കണം, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ കാണിച്ചു കൂട്ടുന്നു ശ്രുതി? നിനക്കിതെന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ശ്രുതിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ. നീ കുറേ നേരമായല്ലോ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ നിനക്ക് വേണ്ടത്? അങ്ങനെ ശ്രുതി അശ്വിൻ്റെ കണ്ണിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയാണ്. അപ്പം അശ്വിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് അങ്ങനെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ പ്രണയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയടിപ്പ് കൂടുന്തോറും ശ്രുതിക്ക് വല്ലാത്തൊരവസ്ഥ. ശ്രുതി അവിടെ നിന്ന് ഒറ്റ ഓട്ടം ഓടി ഒരു സ്ഥലത്ത് ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് ഒളിഞ്ഞു നോക്കുകയാണ് നമ്മുടെ അശ്വിനെ. എൻ്റെ കുട്ടി കൃഷ്ണ, അപ്പോൾ ഈ കടലമുട്ടയെ കണ്ടിട്ട് തന്നെയാണ് എൻ്റെ ദൈവമേ, എൻ്റെ ഹാർട്ട് ഇപ്പോൾ പൊട്ടിപ്പോയാനായിരുന്നു. അപ്പോൾ അശ്വിനും അങ്ങനത്തെ ഒരു ഫീലിംഗ് തോന്നുകയാണ്. പെട്ടെന്ന് ശ്രുതി അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഓടിപ്പോയതുപോലെയാണ് ഈ അശ്വിനും തോന്നുന്നത്. പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ പ്രീതിയാണ്. അപ്പോൾ പ്രീതിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് വാദിക്കൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പ്രീതിയുടെ അമ്മ വന്നിട്ട്, മോളെ പ്രീതി, നീ എന്താ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്? അമ്മേ, എന്തിനാ എൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്? വേണ്ടായിരുന്നു അമ്മേ. എൻ്റെ കല്യാണം നടത്തിയിട്ട് ഏതായാലും ശ്രുതിയുടെ കല്യാണം നടത്താൻ വേണ്ടി നിൽക്കണ്ട, അവളുടെ കല്യാണം ആദ്യം നടക്കട്ടെ. പ്രീതി, അങ്ങനെയല്ല പ്രീതി, നിന്റെ കല്യാണം നടക്കണ്ടേ? നീയല്ലേ മൂത്തത്. വേണ്ടമ്മേ, എനിക്കിനി ഒരു കല്യാണം വേണ്ട. നീ എന്തൊക്കെയാ പറയുന്നത് മോളെ? അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നിനക്ക് കല്യാണം വേണം, നിനക്കൊരു ജീവിതം വേണ്ടേ? വേണ്ട, എനിക്കൊരു ജീവിതം വേണ്ട. കാരണം ആദ്യം നടന്ന സംഭവമൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല അമ്മേ. അതെല്ലാം മനസ്സിലേക്ക് തികട്ടി വരികയാണ്. അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഓർമ്മയുള്ളിടത്തോളം കാലം എനിക്കൊരു മറ്റൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അമ്മേ. അതുകൊണ്ട് എൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ശ്രുതിയുടെ കല്യാണം നടത്തണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അവിടെ നിന്ന് കയറി പോവുകയാണ്. പ്രീതി അങ്ങനെ ഒരു സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നുകയാണ്. അന്ന് രാത്രി പിന്നീട് കാണിക്കുന്നത് അശ്വിൻ്റെ വീടാണ്. അപ്പോൾ അശ്വിനും ആകാശും അതേപോലെ തന്നെ ഈ ശ്യാമും അഞ്ജലിയും ഒക്കെ പുറത്തിരിക്കുകയാണ്. ആ നിലാവുള്ള രാത്രിയിനെ പുറത്തിരുന്നിരിക്കുമ്പോഴും അശ്വിനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ ഈ ലാപ്ടോപ്പും കുത്തി ഈ ബിസിനസ് കാര്യത്തെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശിനെ അതിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അഞ്ജലി പറയുകയാണിത് എന്താ കുഞ്ഞാ നീ കാണിക്കുന്നത്? ഇത്രയും നല്ലൊരു ഇത് കിട്ടിയിട്ട് നീ ഈ ബിസിനസ് കാര്യം കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് വേറെ ഒരു പണിയില്ലേ? ഞങ്ങളോടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പാടില്ലേ? എൻ്റെ ചേച്ചി, നിങ്ങൾ എൻജോയ് ചെയ്തോ, വേണ്ടെന്ന് പറയുന്നതല്ലോ. അതിന് എന്നെ കൂടി കൂട്ടേണ്ട കാര്യമുണ്ടോ?
നീയൊക്കെ എവിടെ നിന്ന് വന്നതാണ്? എടാ, ഇത്രയും നല്ലൊരു രാത്രി കിട്ടുമ്പോൾ നമ്മൾ അതിനെ എൻജോയ് ചെയ്യണം. അല്ലാതെ എപ്പോൾ നോക്കിയാലും ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്താണ് ഒരു രസമുള്ളത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ശ്യാമാണെങ്കിൽ അഞ്ജലി പറഞ്ഞതിലും കാര്യം ഉണ്ട് അളിയ. കാരണം ദേ നേരത്തേക്കേ ഞാനും എൻ്റെ അഞ്ജലി മോളും കൂടി ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോഴേ അഞ്ജലി മോളും നല്ല പാട്ട് പാടും. ദേ നന്നായിട്ട് പാട്ട് പാടി ആസ്വദിക്കുകയും ചെയ്യും. അപ്പം അഞ്ജലി ആണെങ്കിൽ ശരിയാ. പിന്നെ ശ്യാമേട്ടനാണെങ്കിൽ കവിതയൊക്കെ എഴുതുവേ. ഇതേ അഞ്ജലി മോളെ അത്രയ്ക്ക് എന്നെ പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല അഞ്ജലി മോളെ. എന്താ ശ്യാമേട്ട, ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ? ദേ ഇവിടെ ഒരാളിരിക്കുന്നത് കണ്ടില്ലേ? എപ്പം നോക്കിയാലും ബിസിനസ് ബിസിനസ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, നീയാണാടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാൻ. അല്ല, കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഒരു ഇതുമില്ലാണ്ട് ഒന്ന് എൻജോയ് ചെയ്യാതെ ഒരു സന്തോഷിക്കാതെ ഒട്ടും റൊമാൻറ്റിക് ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ അശ്വിനെ ഭയങ്കരമായിട്ടും കളിയാക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിനാണെങ്കിൽ അല്ല ഞാനവിടെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഏട്ടൻ കവിത എഴുതുകയോ അത് ചേച്ചി പാടുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ. അതിൽ ഇപ്പം എനിക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് റൊമാൻറ്റിക് കിമാൻറ്റിക് ഒന്നും വരില്ല. എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇത്രയ്ക്കും ചീപ്പായ കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിക്കാറ് പോലുമില്ല. ഇത് കേട്ട് നമ്മുടെ അഞ്ജലിക്ക് ദേഷ്യം വന്നിട്ട് നീയാൾ കൊള്ളാലോ, ഇതൊക്കെ ചീപ്പായ കാര്യമാണ്. എടാ മരമണ്ട, ഇതൊക്കെ നിനക്കാണ് ചീപ്പായ കാര്യം. ഇതൊക്കെ ലോകത്തിലെല്ലാവരും ആസ്വദിക്കുന്ന കാര്യമാണ്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞാ. ദേ നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ രാത്രി വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നക്ഷത്രങ്ങളെയൊക്കെ നോക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ അതിൽ കാണാൻ പറ്റുമെന്നാ. ദേ മരിച്ചു പോയവരൊക്കെ ദേ അതിൽ തെളിയുമെന്നൊക്കെ പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ അശ്വിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. അപ്പോൾ അശ്വിൻ ശ്രുതി പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അവിടെ ചിന്തിക്കുന്നത്. ശ്രുതി എന്ന് പറഞ്ഞായിരുന്നല്ലോ എൻ്റെ അച്ഛയമ്മയും മരിച്ചുപോയി. പക്ഷേ ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ആ നക്ഷത്രങ്ങളിൽ എനിക്ക് അവ രണ്ടുപേരെയും കാണാൻ പറ്റുമായിരുന്നു. ആ നക്ഷത്രത്തിലേക്ക് നോക്കി ഞാൻ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അത് എൻ്റെ അച്ഛനെയും അമ്മയെയും സങ്കല്പിച്ചാണ് ഞാനിതെല്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഈ അശ്വിൻ ആലോചിക്കുകയാണ്. ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ ഒന്ന് ആകാശത്ത് നോക്കുകയാണ്. അപ്പോൾ അവിടെ 2 നക്ഷത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ തിളങ്ങി മിന്നി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ഭയങ്കര സന്തോഷം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഈ കടലമുട്ടായെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്. അശ്വിൻ ഈ നമ്മുടെ ശ്രുതിയോട് സംസാരിച്ച കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിച്ചു അങ്ങനെ പല കാര്യങ്ങളും അതിലാലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ ചെവി കയറി ഇങ്ങനെ പിച്ചിട്ട് എന്തിനാ എൻ്റെ ശ്രുതികുമാരി ലക്ഷ്മി, നീ എന്തിനാണ് ആ കടലമുട്ടയെക്കുറിച്ച് ആലോചിക്കുന്നത്? നിനക്ക് വേറെ ഒരു പണിയില്ലേ? ദേ എപ്പോഴൊക്കെ മറക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ നീ അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കും. വേണ്ട, ആ കടലമുട്ടായിയുടെ കാര്യം ചിന്തിക്കേ വേണ്ട. ഈ കടലമുട്ടായി എന്തിനാണാവോ എൻ്റെ ലൈഫിലേക്ക് വന്നത്? ഞാൻ എന്തിനാ എൻ്റെ ജീവിതകാര്യങ്ങൾ മുഴുവനും ആ കടലമുട്ടായിയോട് പറഞ്ഞത്? അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എൻ്റെ കുട്ടി കൃഷ്ണ, നിനക്ക് അതിൽ നിന്ന് എന്നെ ഒന്ന് തിരുത്താൻ പാടില്ലായിരുന്നോ? ഞാൻ അയാളേക്ക് എപ്പം മറക്കാനായിട്ട് ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതി വരികയാണ്. അപ്പോൾ പ്രീതി വന്നിട്ട് എന്താ നിനക്ക് പറ്റിയത്? എൻ്റെ ചേച്ചി, എന്ത് പറ്റാൻ ചേച്ചി, ഞാൻ ആകെ വിഷമത്തിലാണ്. ദേ അയാളോട് ഞാൻ ഒരു കാര്യം പറയണ്ടായിരുന്നു. എൻ്റെ ജീവിത പുരാണങ്ങളൊന്നും പറയണ്ടായിരുന്നു. ജീവിത പുരാണോ? അതെന്ത് പുരാണമാണോ? നീ ആരോടാ പറഞ്ഞത്? ഏതാള് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആ കടലമിഠായിയോട് എൻ്റെ ജീവിത ചരിത്രം ഒന്നും പറയണ്ടായിരുന്നു എനിക്ക് ഇപ്പം തോന്നുന്നു. കൊള്ളാലോ, നീ ഇപ്പം ഏതായാലും പറഞ്ഞല്ലോ, അതിനിപ്പോൾ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതേച്ചി, ഞാനിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ്, എൻ്റെ മാത്രം തെറ്റ്. അതെ, നീ എപ്പോഴും ഓരോ മണ്ടത്തരങ്ങളല്ലേ കാണിക്കോളൂ ശ്രുതി ചേച്ചി എനിങ്ങനെ കളിയാക്കരുത് കേട്ടോ ചേച്ചി. ഞാൻ കളിയാക്കാനോ? നീ തന്നെയല്ലേ എല്ലാം ശ്രുതികുമാരി ലക്ഷ്മി ഉണ്ടാക്കി വെക്കുന്നത്. അതെ, ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനിയേ ഒന്നും ചെയ്യണ്ട, നീ ഏതായാലും സമാധാനമായിട്ട് കിടക്കെന്നും പറഞ്ഞുകൊണ്ട് പ്രീതിയാണെങ്കിൽ ശ്രുതിയെ പിടിച്ച് തൻ്റെ മടിയിലേക്ക് കിടത്തുകയാണ്. എന്നിട്ടൊന്ന് തലോടുകയും ചെയ്യുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണല്ലോ. അങ്ങനെ നമ്മുടെ ഈ അശ്വിൻ്റെ വീട് കാണിക്കുകയാണ്. അപ്പോൾ അശ്വിൻ്റെ വീട് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിൻ്റെ വീട്ടിലേക്ക് 2 ഗസ്റ്റ് വരികയാണ്. അത് മനോരമയുടെ ഏതോ റിലേറ്റീവ്സാണ് വരുന്നത്. അപ്പോൾ ഈ മനോരമ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം. അതിലൊരു പെൺകൊച്ചും ഉണ്ട്. ആ പെൺകൊച്ചാണെങ്കിൽ കുറച്ച് ഭയങ്കര പുരുപുരുപ്പാണ്.
അവരെ ആ കൊച്ചിനെ കൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷവും, എൻ്റെ ദൈവം എത്ര നാളായി, എത്ര വർഷങ്ങളായി നിങ്ങളെ കണ്ടിട്ട്, എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയാലോ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിവിടെ ഒരു ഇതാക്കിയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന ആ കൊച്ചാണെങ്കിൽ മനോരമയുടെ സാരി പിടിച്ച് വലിച്ചിട്ട് ഇങ്ങനെ കീറാനോട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും മനോരമ ആ സാരി അങ്ങോട്ട് പിടിച്ച് വലിച്ച് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനോരമ ഒന്ന് കൊഞ്ചിക്കുകയാണ്. ആഹാ മോള് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ കൊച്ചിനകത്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കൊച്ചാണെങ്കിൽ മനോരമയുടെ മോന്തക്കൂട്ട് ഒറ്റ കൂത്ത്. അമ്മയ്ക്ക് അച്ഛനറിയാലോ എന്താണ് ഇവളിങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന്. അപ്പോൾ ആഹാ കൊള്ളാലോ മോളെ, ഞാൻ നൂലുകെട്ടിന് കണ്ടതാണേ, എൻ്റെ അതെ ഇത്രയും വലുതായല്ലേ, പിന്നെ വലുതാവില്ലേ, വർഷങ്ങൾ എത്ര പോയി, ഇവൾക്ക് എത്ര വയസ്സായെന്ന് നിങ്ങൾക്ക് അറിയാവോ മനോരമ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാലും ഭയങ്കര ആരോഗ്യമാണ് കേട്ടോ, നല്ല ആക്റ്റീവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ കൊച്ചിന് ഈ മനോരമയൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അഞ്ജലിയുടെ വരവ്. ആഹാ ഇതാരാ വന്നിരിക്കുന്നത്, ആഹാ നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതിയോ. അപ്പോൾ ശ്രുതിയും വരികയാണ്. അപ്പോൾ ശ്രുതി വന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അവിടെ ഒരു വേലക്കാരിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഈ മനോരമ. ശ്രുതി ഇവർ പോകുന്നത് വരെ ഇവരുടെ കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് തന്നെ നോക്കിക്കൊള്ളോട് ശ്രുതി. അപ്പോൾ ശ്രുതി ഒന്ന് അഞ്ജലിയെ നോക്കുകയാണ്. അഞ്ജലി ആണെങ്കിൽ ഒന്ന് കണ്ണടച്ച് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ശ്രുതി ആണെങ്കിൽ ശരി ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ആ കൊച്ചാണെങ്കിൽ ഈ മനോരമയെ ഒന്ന് കുത്താനുള്ള ശ്രമത്തിലൊക്കെയാണ്. എന്നിട്ട് ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഏതായാലും മനോരമ അഞ്ജലിയോട് പറയാണ്, ദേ മുത്തശ്ശിയോട് ഒന്ന് പറഞ്ഞേക്കണേ മോളെ, അല്ലെങ്കിൽ ശരിയാവില്ല, ഇനിയിപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആകെ ദേഷ്യം പിടിപ്പിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മുത്തശ്ശി നമ്മൾ വിചാരിച്ച പോലെയല്ല, മുത്തശ്ശിക്ക് ഇവർ വന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും മുത്തശ്ശിയുടെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കുകയാണ്. ഏതായാലും നിങ്ങൾ ഇങ്ങോട്ട് വന്നോ നന്നായി, കാർത്തികയ്ക്കല്ലേ വരാൻ പോകുന്നത്, ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മടങ്ങി പോകാം. അപ്പോൾ ശ്രുതി ചായയായിട്ട് വരികയാണ്. ശ്രുതി അവർക്ക് ചായയും കൊടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ അതിനും കൂടിയല്ല വന്നത്, പിന്നെ ഞങ്ങളുടെ മോൾക്കും കൂടിയാണ് വന്നത്, അവളെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കണം. അയ്യോ എന്ത് പറ്റി മോൾക്ക്, എന്താ പറ്റിയത്, അവൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയാണ് എന്ന് പറയുകയാണ്, കുറച്ച് പൊരുപൊരുപ്പൊക്കെ കൂടുതലാണ്. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിക്ക് ഒരു ടെൻഷൻ, ഇനി എന്തെങ്കിലും കാണിച്ചു കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ മനോരമ പറയണേ, ഏയ് അത്രയ്ക്കൊന്നുമില്ല, പിന്നെ കൊച്ചു നല്ല സ്മാർട്ടാണ്, അതിനിടയിൽ കുറച്ച് ഒരു ഇച്ചിരി പൊടിക്ക് സ്മാർട്ട്നെസ് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ലമ്മേ എന്നൊക്കെ ഇങ്ങനെ ഈ മനോരമയും പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലാവണ്യയുടെ റൂമിൽ പോയി ഈ കൊച്ചാണെങ്കിൽ കുറേ മേക്കപ്പ് സാധനങ്ങൾ മുഴുവനും കട്ടിൽ മുഴുവൻ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് ഈ കൊച്ചാണെങ്കിൽ ലാവണ്യയുടെ വില കൂടിയ ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് ചുണ്ടിലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലാവണ്യക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ കാലുവാരിക്കണം, ആരാടി നീ എന്തിനാണ് എൻ്റെ റൂമിൽ കയറി ഇതെല്ലാം എടുത്തത്, നിന്നെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഈ കൊച്ച് ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കൊച്ചാണല്ലോ, ഈ കൊച്ചും നീ ആരാടി എന്ന് ചോദിക്കുകയാണ്. ആഹാ എൻ്റെ റൂമിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്നതിനെ ശരിയാക്കി തരട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ അടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ച് ലാവണ്യെ കയറി പടപടപടാന്നും പറഞ്ഞ് അടിക്കുകയാണ്. എന്നിട്ട് ഈ കൊച്ചിൻ്റെ ഒടുക്കത്ത് അവനെ അയ്യോ എന്നെ തല്ലി കൊല്ലുന്നേ, ആരെങ്കിലും ഓടി വായോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഒച്ചപ്പാട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി മനോരമയും എല്ലാവരും കൂടി മേളിലേക്ക് നോക്കിയാണ്, ദൈവം എന്താണ് സംഭവം എന്ന് അറിയാൻ വെള്ളത്തോണ്ട് ഒരിതുമില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്തറിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.